ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസ്നാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള നോമ്പ് തുറയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. എല്ലാവരും മനസ്സിലുണ്ടാവും എന്താണെന്നല്ലേ? യെസ്, ഇന്ന് ഒരു കപ്പത്തുറവിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. 35 വർഷം മുമ്പ് ഇവരെ തലമുറകൾ ചെയ്തിരുന്ന ആ ഒരു കാര്യമാണ് അവരിപ്പോഴും തുടർന്നു പോരുന്നത്. അന്ന് തുടക്കത്തിൽ ഒരു 15 കിലോ കപ്പ വെച്ചിട്ടാണ് ഇവർ തുടങ്ങിയതെങ്കിലും ഇന്ന് അത് എത്തി നിൽക്കുന്നത് 400 കിലോ കപ്പയും 3 കിൻഡൽ പോത്തിറച്ചിയിലുമാണ്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവരിതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കിയിരുന്നു. പോത്തിനെ വാങ്ങി അതൊക്കെ റെഡിയാക്കി അവിടെ തന്നെ വെച്ച് അറുത്ത് ഇതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ തയ്യാറാക്കി. ഇതിൻ്റെ പിന്നിലെ ഒരു വല്ലാത്തൊരു പരിശ്രമം 2-3 ദിവസമായിട്ട് ഇവർ ഇതിൻ്റെ കൂടെ തന്നെയാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ജാതി മതഭേദമന്യേ എല്ലാവരും, വലിയവരും കുട്ടികളും മുതിർന്നവരും, എടുത്തു പറയേണ്ട കാര്യമില്ല, എല്ലാവരുടെയും ഒരു കയ്യൊപ്പ് ഇതിലുണ്ട് എന്നുള്ളതാണ്. കാര്യങ്ങളൊക്കെ സഹകരിച്ചത്. അതുപോലെ തന്നെ ഇതിന് വേണ്ട ചിലവുകൾ എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപയോളമാണ് ഇവർക്ക് ചിലവായിട്ടുള്ളത്. അതവർ കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ ക്ലബ്ബുകളിൽ നിന്നും അതുപോലെ ഇവിടുത്തെ പ്രമുഖരായ വ്യക്തികളിൽ നിന്നും അതുപോലെ പ്രവാസികളായ ഒരു കൂട്ടായ്മകളിൽ നിന്നും ഒക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടും ഇത് വണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ചെട്ടിയാറ ഭാഗത്ത് നടന്ന ഈ ഒരു നോമ്പുതുറ അഭിമാനിക്കാവുന്നതാണ്. ഈ എല്ലാ വർഷവും ഈ ഒരു നോമ്പുതുറ നോമ്പ് 25-നാണ് ഇവർ നടത്തി പോരുന്നത്. വളരെ അഭിമാനത്തോടു കൂടിയാണ് അവിടെയുള്ള ഓരോരുത്തരും ഈ ഒരു നോമ്പുതുറയെ പറ്റി പറയുന്നത്. തലമുറകൾക്ക് മുമ്പ് 15 കിലോയിൽ തുടങ്ങി ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ 400 കിലോ കപ്പയും 3 കിൻഡൽ ബീഫിലുമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇനി എല്ലാ വർഷവും ഇതിലും വിപുലമായിട്ട് തന്നെ അവർ നടത്തും എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെയുള്ള യൂത്തിൻ്റെ കുറേ വിങ്സ് ഇതിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടും വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എന്തുകൊണ്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വല്ലാത്തൊരു നോമ്പുതുറ തന്നെയാണ്, സമൂഹ നോമ്പുതുറയാണ് ഈ കപ്പത്തുറവി. അപ്പോൾ അതിൻ്റെ ഓരോ ദൃശ്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ കപ്പത്തുറവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.